മലയാളി ഫ്രം ഇന്ത്യ ഒരു ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് വീഡിയോ, ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. 7 മിനിറ്റുള്ള ഒരു പ്രൊമോ വീഡിയോ ആണ്. വലിയൊരു പ്രൊമോ വീഡിയോ ആണ്. ലിസ്റ്റിനാണ് പ്രൊഡ്യൂസർ, ഡിജോയാണ് സംവിധായകൻ. നമ്മുടെ ജനഗണമനയൊക്കെ നമ്മൾ കണ്ടതാണ് ഡിജോ എന്താണെന്നുള്ളത്. ഒരു നിവിൻ പോളിയുടെ കമ്പാക്കാണ് എന്നൊക്കെയാണ് പല അഭിപ്രായങ്ങളും കിടക്കുന്നത്. ഇന്നലെ വന്നതാണ് പ്രൊമോ വീഡിയോ. ഞാൻ ഇന്നാണ് ഇത് കാണുന്നത്. ഏറ്റവും അവസാനം കണ്ട് റിവ്യൂ ഇടുന്നത് ഞാനായിരിക്കും ഇത്. കാരണം അത്രയ്ക്ക് വൈകിയാണ് ഈ ഒരു വീഡിയോ കാണുന്നതും റിവ്യൂ ഇടുന്നത്. എന്തായാലും നമുക്ക് വീഡിയോ ലാഗ് ചെയ്യാണ്ട്, ഇത് തന്നെ 7 മിനിറ്റ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. ഓ, ഇഷ്ടമൊക്കെ ഉണ്ട്. ഡിജോ എന്തായി? ഇല്ല, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. വർക്കൗട്ടാന്ന് പറഞ്ഞേ. വർക്കൗട്ടാ ഇന്ന് നട്ടു ചെയ്യാം. ജിമ്മില ചേട്ടൻ വിളിക്കുന്നു. ലിസ്റ്റിനെ വിളിക്കുന്നുണ്ട്. ഇതെല്ലാം പ്രമോ ആണെന്ന് തോന്നുന്നുണ്ടോ? അടിപൊളി. 87 കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇല്ല, ഞാൻ പണിയുണ്ട്. കുറെ നേരമായി ടയർഡായല്ലോ. കഴിച്ചിട്ട് വന്നേ. എങ്ങനെയാ സെറ്റോ? എന്തിന്റെ? കോടതി നല്ല തീപ്പൊരി കഴിക്കണം. ഇംഗ്ലീഷും തെലുങ്കും തമിഴും അതുകൂടിയുള്ള ബ്രോ, ഇത്തവണ കോടതിയില്ല. കോടതിയില്ലേ? ഓ, മറ്റേതാണല്ലേ, പാൻ ഇന്ത്യൻ. കുറച്ചേ ലൈറ്റ് പിടിക്കുന്ന ആലോചിക്കും. ബ്രോ, ഇതാണെന്നല്ല ബ്രോ, ഇതൊരു പക്ക ലോക്കൽ പടം. ഓ, പാൻ ഇന്ത്യനും പഞ്ചായത്തൊക്കെ നമുക്ക് ലോക്കൽ അല്ലേ? എന്റെ പൊന്നു ബ്രോ, ഈ പരിപാടി ചെയ്യാൻ മലയാളത്തിൽ നിന്ന് സൗത്തിൽ വേറെ ആരുമില്ല. ശരിയല്ലേ? ബ്രോ, ഇത് കേട്ടോ. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നിറകുടമായ ഒരു നാട്. ശ്യാമസുന്ദര കിഴക്കിദാര ഭൂമി, ജനജീവിത ഫലധാന്യ സമ്പന്ന. ഓക്കെ, അവിടാണ് നമ്മുടെ കഥാനായകൻ, ഹീറോ ആൽപ്പറമ്പിൽ ഗോപി. ആൽപ്പറമ്പിൽ കൊള്ളാം. ഗോപി നല്ല പേരാണ്. ജന്മിയാണോ വൈക്കാശ്ശേരി മനേജ മനസ്സിലായി. അവിടെ സ്നേഹനിധിയായ ഒരമ്മ. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇതിനോട് ചോദിക്കരുത്. ഓ, അതെ, ലുക്കൊക്കെ നമുക്ക് നല്ല ജാങ്കോ നല്ല പൊളി പൊളിക്കണം, നല്ല സെറ്റ് അടിക്കണം. ഓക്കെല്ലേ? ലുക്കോ ലോക്കലാണെങ്കിലും ക്യാൻവാസ് നല്ല വലുതായിരിക്കണേ. ക്യാൻവാസ് വലുതാ. നല്ല തള്ളാണല്ലോ. ശീലായി. ഓ, കൊള്ളാതെ. ആ ഫ്രെയിം കൊള്ളാം കേട്ടോ. തയ്യാറായിട്ടൊരു കൂട്ടുകാരൻ. ആരാണ് കൂട്ടുകാരൻ? ധ്യാനിനകത്തുണ്ടായിരുന്നേ. രണ്ടുപേരോട് നിറഞ്ഞു നിൽക്കും. പ്രണയം കൃഷ്ണ. ആരാണ് കൃഷ്ണ? കാണിക്കുന്നതാണ് കൃഷ്ണ. ആരാണത്? ജീവൻ തന്നെ മാറ്റി വെച്ച അവന്റെ പെണ്ണ. ഓ, ഈശ്വരരാജ ദൈവമേ.
ഞാൻ കുറച്ച് നല്ലത് പറഞ്ഞുകൊണ്ടിരുന്നതാണ് കൊച്ചിനെ പറ്റി ഇതിൽ തോന്നുന്നത്. അതെ നല്ല മാസം മാസം ഉണ്ടോ ഈ സീനൊന്ന് കേട്ടോക്കെ. ഉത്സവത്തിന് ഒരാനയുടെ ചിന്നിച്ചെതറി കൊടുത്തു. ഒരു മകൾ, ഒരമ്മ. അവിടെയാണ് നമ്മുടെ നായകന്റെ ഇൻട്രോ. മാസമാണോ? സീരിയസ്ലി മാസമാണോ? സൂപ്പർ ഹീറോ, സൂപ്പർ ഡൂപ്പർ ഹീറോ. എന്റെ പൊന്നെ, അത് നീ ടൈറ്റിൽ എന്താന്ന് പറഞ്ഞില്ലല്ലോ. ടൈറ്റില് മലയാളി ഫ്രം ഇന്ത്യ. സത്യമായിട്ടും ജേക്സ് വിജയ് തള്ളി മറിച്ചിട്ടുണ്ട്. നിവിൻ ഓക്കെ ആണ്. ഹലോ, ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. എന്താ ബ്രോ? ഹലോ, ഇന്ത്യ ആണോ ഭാരതം? രണ്ടും ഒന്നല്ലേ ബ്രോ, പക്ഷെ നമുക്ക് ഇന്ത്യ മതി. He's back. ഡിജോ ജോസ് ആന്റണി ഫിലിം 2024 അടുത്ത വർഷം. ഒന്നി മലയാളം. അയ്യോ, ഡയറക്ടർ, എക്സിക്യൂട്ടീവ്, ഷെഫ്. ഓക്കെ, സത്യം പറയണല്ലോ, ഒരു പ്രമോ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ്. എന്ത് പ്രമോ വീഡിയോ ആണ് ഇത്? അല്ലെങ്കിൽ ഈ ലിസ്റ്റിൻ്റെ ഒരു പ്രമോ വീഡിയോയിലൊക്കെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിരിക്കും. ഡിജോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഡയറക്ടർ വന്നിട്ട് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ സെറ്റപ്പാണ്. അതായത് നമ്മൾ നെൽസൺ ആൻഡ് ഇത് കോംബോ ഒക്കെ കണ്ടുള്ളതാണ്, പക്ഷെ അതിലും കിടിലമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. 7 മിനിറ്റ് ഒരു വലിയ ലെങ്തുള്ള സാധനമാണ്, പക്ഷേ ആ ഒരു 7 മിനിറ്റ് വർത്താണ്. ഈ ഒരു സിനിമ എനിക്ക് തോന്നുന്നത് ധ്യാനം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് കുഞ്ഞിരാമായണത്തിനകത്ത് നമ്മുടെ പൊട്ടൻലാലുമായിട്ട് ആ ഒരു സെറ്റപ്പൊക്കെ ആയിട്ടാണ്. പക്ഷേ നിവിൻ പോളി രക്ഷയല്ല കേട്ടോ. ആ ഒരു എനിക്ക് സത്യം പറഞ്ഞാൽ നിവിൻ പോളിയുടെ ആ ഒരു പ്രേമം, ജേക്കബിൻ്റെ സ്വർഗരാജ്യം, അങ്ങനെയുള്ള കുറച്ച് പടങ്ങളുണ്ടല്ലോ, അതൊക്കെ അതിലെ നിവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര യുണീക്കായിരുന്നു നിവിൻ. പക്ഷെ അതിനുശേഷം കുറേ സിനിമകൾ വന്ന് ഇപ്പം അവസാനം ഇറങ്ങിയ ചന്ദ്രബോസ് ആൻഡ് കോ, ആ സിനിമയെ അതൊന്നും കാണാൻ കൂടി പറ്റത്തില്ല, അങ്ങനൊരു അവസ്ഥയിലേക്ക് പോയി. പക്ഷേ ആ ഒരു നിവിൻ, അതായത് ആ ഒരു പ്രേമം, ജേക്കബിൻ്റെ സ്വർഗ്ഗം, ആ ഒരു കാലത്ത് നിവിൻ എന്ന് പറഞ്ഞാൽ അതൊരു സെറ്റപ്പ്, ഒരു എന്താണ് അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ ചെയ്യാൻ നിവിനെ കൊണ്ട് പറ്റുള്ളായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ട്രെയിലർ പ്രമോ കണ്ട സമയത്ത് എനിക്ക് ഒരു അതേപോലെ ഒരു നിവിനെ ഇതിനകത്ത് കാണാൻ സാധിക്കുമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത് എവിടേക്കോ ഫീൽ ചെയ്യും നമുക്ക്. ആ ഒരു കോമഡി ചെയ്യുന്ന ധ്യാൻ്റെ കൂടെ ഒരു കോംബോ വർക്കൗട്ട് ആവുന്ന അങ്ങനൊരു സാധനം നൈസായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജേക്സ് വിജയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത്, അല്ല മ്യൂസിക് ചെയ്യുന്നത്. അനശ്വര രാജൻ, നമ്മളിപ്പോൾ നേര് കണ്ടിട്ട് അനശ്വര രാജൻ ഇത് ഈ ലെവലിൽ വെക്കുകയാണ്. ഇതിനകത്ത് ഇനി പെർഫോമൻസ് കണ്ടിട്ടാണ് അനശ്വര രാജൻ ഏത് ലെവലിലേക്ക് പോകുമെന്നുള്ളത് അറിയാൻ. എന്തായാലും ആ ഒരു പ്രമോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ട്രെയിലറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇനി 2024 അടുത്ത വർഷമായിരിക്കും. ഭയങ്കര വെറൈറ്റി ആയിട്ടൊരു പ്രമോ ചെയ്തേക്കുന്നത്, ഒള്ളി ഇൻ മലയാളം എന്നൊക്കെ പറഞ്ഞിട്ട് കൊള്ളാം, നല്ല രസമുണ്ടല്ലേ. ഇങ്ങനെ വെറൈറ്റി സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. എന്തായാലും സിനിമ വരട്ടെ, സിനിമ വരാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇത്രയാണ് ആ ഒരു പ്രമോ വീഡിയോയുടെ ഒരു ട്രെയിലർ റിയാക്ഷൻ പ്രമോ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിലാണ്. അതുവരെ ബൈ.